എത്ര കഴിച്ചാലും കൊതി തീരാതെ നമ്മളിതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാസ്തയാണിത്. പക്ഷേ ഇതിങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഒരു ചിക്കൻ പാസ്തയാണിത്. എന്തൊക്കെയാണ് ചേരുവകൾ ചേർക്കുന്നത് നോക്കാം. ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാൻ നല്ലൊരു വെറൈറ്റി ആയിട്ട് നല്ലൊരു അടിപൊളിയൊരു പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാസ്ത എല്ലാവർക്കും അറിയാമല്ലോ. പാസ്തയെന്നും മാക്രോണി എന്നും ഒക്കെ പറയും. നല്ല ഒരു ശംഖിൻ്റെ മോഡലുള്ള നല്ലൊരു അടിപൊളി പാസ്തയാണ്. കാണാനും നല്ല ഭംഗിയാണ്, നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുമാണ്. ഞാനത് വെള്ളം നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് പാസ്ത കഴുകി അതിനകത്തേക്ക് ഇട്ട് ഉപ്പും അല്പം എണ്ണയും ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നല്ല വെന്തതിന് ശേഷം വേറൊരു നമ്മുടെ ഇതുണ്ടല്ലോ, ഒരു കണ്ണാപ്പ, അതായത് നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് മാറ്റി വെള്ളമെല്ലാം വാർന്ന് കളഞ്ഞ് ആ പാസ്ത നല്ല വെന്ത് കഴിഞ്ഞിട്ടും നമ്മൾ അത് കുറച്ച് പച്ചവെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് അതിൻ്റെ ആ കട്ടയും ഒരു കട്ടുണ്ട് അതിൻ്റെ ഒരു, അതായത് നമ്മൾ ഈ പ്രഥമനൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ അട വേവിച്ചതിന് ശേഷം നമ്മൾ കഴുകുമല്ലോ, അതുപോലെ തന്നെ ഇതും കഴുകി മാറ്റി വയ്ക്കണം. അതിനുശേഷം ഞാനിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പിന്നെ സവാളയും കുറച്ച് തക്കാളി, അങ്ങനെ കുറച്ച് അല്പം ക്യാബേജ്, അങ്ങനെ ചെറിയ രീതിയിൽ ഉള്ള വെജിറ്റബിൾ ഒരുപാട് വെജിറ്റബിളൊന്നും ഇടാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെജിറ്റബിൾ ഇട്ട് ചിക്കൻ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടാണ് അത് ഉപ്പും കുരുമുളകും മാത്രമായിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ച് വെച്ചതാണ്. ആ ചിക്കൻ ഞാൻ ചെറുതായിട്ട് പിന്നി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വഴറ്റിയതിന് ശേഷം ഇതിൽ പച്ചമുളകും തക്കാളിയും ക്യാബേജും ഉള്ളിയെല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ ചിക്കൻ അതിലേക്ക്, ഈ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ പിച്ചെടുത്ത് കൈകൊണ്ട് പിച്ചെടുത്തതാണ്. ഗ്രൈൻഡ് ചെയ്തതൊന്നുമല്ല. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിക്കൻ ശരിക്കും അങ്ങ് കുഴമ്പ് പോലെ ആയിപ്പോവും. അപ്പോൾ ഒരു ഹാഫ് ക്യാപ്സിക്കവും എല്ലാം ഇട്ട് ചിക്കനും അതുകൂടെ അതിലിട്ടതിന് ശേഷം അല്പം സോസുകൾ, അതായത് ടൊമാറ്റോ സോസ് എല്ലാം 1 സ്പൂൺ വീതം, സോയാ സോസ്, പിന്നെ ഗ്രീൻ ചില്ലി സോസ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ വേവിച്ച പാസ്തയും അതിലൽപ്പം ചില്ലി ഫ്ലേക്സും കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ഇത്തിരി നാരങ്ങ നീരും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ അല്പം മല്ലിയിലയും മുകളിൽ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റുള്ള പാസ്തയാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇത് വേഗം നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. പാസ്ത കഴിച്ചെടുത്ത് വെജിറ്റബിളും എല്ലാം റെഡിയാക്കിയെടുത്താൽ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അടിപൊളിയാണ്. ഞാൻ ഇതിനു മുമ്പ് വേറെ പാസ്തയുടെ പല റെസിപ്പികളും ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്രീമി പാസ്തയും അങ്ങനെ ഒത്തിരി പാസ്തയുടെ 2-3 റെസിപ്പികൾ വെറൈറ്റി രീതിയിലുള്ള ഞാൻ എൻ്റെ ചാനലിലിട്ടുണ്ട്. കാണുന്നവർക്ക് അത് ഒന്ന് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ എൻ്റെ ഈ സിമ്പിളായിട്ടുള്ള ഈ രീതിയിലുള്ള പാസ്തയും എങ്ങനെയുണ്ടെന്ന് നോക്കി അഭിപ്രായം അറിയിക്കണേ. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.